ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പണ്ട് തൊട്ടുള്ളൊരു ബക്കറ്റ് ലിസ്റ്റ് ആഗ്രഹമാണ് ഒരു കപ്പൽ യാത്ര. അതിങ്ങനെ നീണ്ടു പോകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അത് ഭയങ്കര ഒരു എക്സ്പെൻസ് സൈഡിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ കോർഡിലിയ, ക്വാണ്ടം ഓഫ് സീസ്, ഇങ്ങനത്തെ ചില ഭയങ്കര ആഡംബര കപ്പലുകളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും നടക്കത്തില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ചാൽ ഓക്കെ, പക്ഷേ എന്നാലും എനിക്ക് കപ്പൽ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഒരു തൽക്കാല ആശ്വാസമുള്ള രീതിക്ക് ഒരു ഇൻസ്റ്റയിൽ ഞാൻ റീൽ കണ്ടത്. നമ്മുടെ സ്വന്തം കൊച്ചിയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ക്രൂയിസ് നടത്തുന്നുണ്ട്. നെഫർട്ടിറ്റി എന്നാണ് ആ ഷിപ്പിൻ്റെ പേര്. റേറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ അഫോർഡബിളാണ്. ഈ കോഡിലെ പോലത്തെ വലിയ ക്രൂയിസ് ഷിപ്പ് അതൊന്നും നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പക്ഷേ നമുക്കത്ര 2,600 പെർ പേഴ്സൺ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ടീ വിത്ത് സ്നാക്ക്, ബിവറേജസ്, ബൊഫേ, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 2 ടൈമിങ്ങിലാണ് ഉള്ളത്. ഇപ്പം രാവിലെ 9 മണി തൊട്ട് ഒരു 13 എന്ന് വെച്ചാൽ 1 മണി വരെയുള്ള ഒരു സഫാരിയുണ്ട്. പിന്നെ ഉള്ളത് ഈവനിങ് DJ ക്രൂസ് എന്നാണ് എൻ്റെ പേര്. അപ്പം അത് വൈകിട്ട് 4 മണി തൊട്ട് രാത്രി 9 മണി വരെ. അതിലാണ് DJയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഈവനിങ് ക്രൂയിസാണ് ബുക്ക് ചെയ്തത്. 3 മണിക്ക് മുന്നേ തന്നെ അവിടെ എത്തണം. ടിക്കറ്റിൽ എത്തേണ്ട പ്ലേസ് കൊടുത്തേക്കുന്നത് IWAI ടെർമിനൽ ജെട്ടി ബോൾഗാട്ടി എന്നാണ്. അത് മാപ്പിലിട്ടാണ് ഇപ്പം പോകുന്നത്. അതാ ഈ കിടക്കുന്നതാണ് നെഫർട്ടിറ്റി ഷിപ്പ്. ടിക്കറ്റിൽ കണ്ട ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ ഒരു 3 മണിക്ക് തന്നെ എത്തിയത് ഭാഗ്യമായി. അപ്പം നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ലഞ്ചും കഴിക്കാൻ പറ്റും. ഒരു റൂമും കൂടെ എടുത്ത് വെച്ചാൽ ലഗേജും എല്ലാം കൂടെ അവിടെ വെച്ച് വണ്ടിയും പാർക്ക് ചെയ്യാൻ പറ്റും. ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ബോൾഗാട്ടി പാലസിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള KTDC ഹോട്ടലാണ് തീരുമാനിച്ചത്. ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് ബോൾഗാട്ടി കോമ്പൗണ്ടിലോട്ട് പോകാൻ പറ്റും. ഇതിൻ്റെ അടുത്തുള്ള ഹോട്ടൽസൊക്കെ ഫില്ലായി. അതുകൊണ്ട് തന്നെ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ള ക്രിസ്റ്റൽ പ്ലാസയിലാണ് റൂം എടുത്തത്. 3000 രൂപയായി. പക്ഷേ എന്നാലും ആ 3000 രൂപയ്ക്ക് അത് വർത്താണെന്ന് തോന്നുന്നു. കാരണം നല്ല വൃത്തിയും ഒരു ഇച്ചിരി സ്റ്റാൻഡേർഡ് രീതിയിലുണ്ടത്. ഇതിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. റൂം നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. റോഡ് വ്യൂ ഉള്ള ഒരു റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇവിടെ എത്തിയ ഉടനെ തന്നെ ലഞ്ച് കഴിഞ്ഞ് പിക്കപ്പ് പോയിന്റിൽ എത്തണം. അപ്പം നമുക്കിപ്പോൾ തന്നെ KTDC ഹോട്ടലിലോട്ട് പോവാം. ലഞ്ച് ഞങ്ങൾ ബൊഫേ ആക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമേ ഉള്ളെന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ആദ്യമേ തന്നെ കയറി സീറ്റ് നോക്കിയെടുത്ത്. ഫുഡ് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് റഷായിപ്പോയി. നേരെ ഷിപ്പിൽ കയറിയപ്പോൾ തൊട്ടുള്ള കാര്യം പറയാം.
വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയിൻ ഹാളിൽ അത്യാവശ്യം ഷിപ്പിനെ കുറിച്ചും പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് എന്നിട്ട് നേരെ അപ്പർ ഡെക്കിലേക്ക് നമ്മളെ കൊണ്ടുപോയി. 4 മണി സമയമായതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് നല്ല കുത്തണ വെയിലുണ്ട്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചി തീരത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പിൽ മറൈൻ ഡ്രൈവിലും കുറേ ബോട്ട് സർവീസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഏകദേശം ആ സെയിം വഴിയൊക്കെയാണ് നമുക്കിവിടെ തുടക്കം. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾ ഡയറക്റ്റ് കടലിൻ്റെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് ഒരു പ്രോപ്പർ ഷിപ്പ് ഫീൽ ചെയ്യാൻ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് കാഴ്ചയും കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ അപ്പർ ഡെക്കിൽ ഗാനമേള നടക്കുന്നുണ്ട്. ഇപ്പം പോർട്ടിൻ്റെ അടുത്തെത്തി. ഇവിടെ കുറച്ചില്ല ചരക്ക് കപ്പലുകളുണ്ട്. ഇതിൽ കുറേ കണ്ടെയ്നറൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പിലുള്ള കുറേ ഷിപ്പ്. അതിവിടെ എപ്പോൾ വന്നാലും സ്ഥിരമാണ് ഇതൊക്കെ. ഈ കാണുന്നതാണ് വാട്ടർ മെട്രോ. ഇതിലും കയറാൻ ആദ്യം നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കുറച്ച് നേരം മുകളിൽ എന്നതിന് ശേഷം നമുക്ക് ചായ പിടിക്കാൻ പോകാമെന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ റെഡിയായി വരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. സൺസെറ്റ് ടൈം ആവാറായപ്പോൾ വീണ്ടും മുകളിൽ വന്നു. പിന്നെ ഞെട്ടിപ്പിച്ച കാര്യം, ഒരു ഏരിയയിൽ എത്തിയപ്പോൾ കുറേ പരുന്ത്, കുറേ കാക്കകൾ, പക്ഷികൾ, ഒരു ബഹളം. സംഭവം സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഈ മത്തി ഉണ്ടല്ലോ, അത് വെള്ളത്തിന് മുകളിൽ കൂടെ ചാടണം. അപ്പോൾ ഇതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഭയങ്കര തിരക്ക്. പക്ഷെ അതൊരു അടിപൊളി കാഴ്ച തന്നെ കേട്ടോ. സെറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ചെറുതായിട്ട് കളർ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. കാരണം രാത്രി DJ ഒക്കെ ഉള്ളതാണല്ലോ. ഈ ഒരു വൈബ് ഈ പറഞ്ഞ പൈസയ്ക്ക് ഭയങ്കര വർത്തായിട്ടാണ് തോന്നണം കേട്ടോ. ഡിന്നർ കഴിഞ്ഞപ്പോഴത്തേക്ക് DJ സ്റ്റാർട്ടായി. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു യാത്രയാണ് കേട്ടോ ഇത്. നിങ്ങൾ ആരും ഇത് മിസ്സാക്കരുത്. കാരണം ഈ ഒരു പൈസ നമുക്ക് എങ്ങനെ വേണോ റെഡിയാക്കാന്നുള്ളതേ ഉള്ളൂ.
പക്ഷേ അതിൻ്റെ കിട്ടുന്ന ബെനിഫിറ്റ് അടിപൊളിയാണ്. ഇതിലില്ലാത്ത ക്ലിപ്പൊക്കെ ചേർത്ത് ഞാൻ വേറൊരു വീഡിയോയും കൂടെ ഇട്ടേക്കാം. അതിൽ ഈ നമ്മൾ റീൽസിന് ഇടാൻ കണക്കിന് വേണ്ടി ഷൂട്ട് ചെയ്തല്ല, പോർട്രേറ്റ് ആക്കി വെച്ചാണ് ഷൂട്ട് ചെയ്തത്. തിരിച്ച് നമ്മളെ റൂമിൽ എത്തിയിട്ട് രാവിലെ തന്നെ നേരത്തെ എണീച്ചു. കാരണം ഇന്ന് രാവിലെ പോവേണ്ടി വരും. നമുക്കൊരു വൈകിട്ട് ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ എത്തണം. അപ്പം ട്രാഫിക്കും ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.